ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഇന്നത്തെ നവോദയ ക്ലാസ്സിലേക്ക് പോകാം. നാളെ ശനിയാഴ്ച സ്കൂളിൽ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ക്ലാസ് ഉണ്ടാവുകയില്ല, നവോദയ ക്ലാസ് ഉണ്ടാവുകയില്ല. നാളെയും ഓൺലൈൻ ക്ലാസ് ഉണ്ടാകും. മറ്റന്നാൾ ഓൺലൈൻ ക്ലാസ് 3 ദിവസത്തെ ഈ നോട്ട്ബുക്ക് എഴുതി നല്ലോണം പഠിച്ചിട്ട് വേണം ഞായറാഴ്ച വരാൻ. ഫോം തരാൻ ബാക്കിയുള്ളവർ നാളെ ആരും കൊണ്ടുവരണ്ട, ഞായറാഴ്ച വരുമ്പോൾ നിർബന്ധമായി കൊണ്ടുവന്നാൽ മതി. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക. ഭിന്നസംഖ്യകളുടെ ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ്, അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഭിന്നസംഖ്യയുടെ ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ്, ചതുഷ്ക്രിയകൾ, ആഡിങ്, സബ്സ്ട്രാക്റ്റിംഗ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അഡീഷൻ, സബ്സ്ട്രേഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ നമുക്ക് നോക്കാം. 6/10, 1/2. ഈ രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടണം. രണ്ട് ഭിന്നസംഖ്യകൾ നമുക്ക് നോക്കാം. 6/10 1/2 കൂട്ടണമെങ്കിൽ 6/10 കൂട്ടണം 1/2. സാധാരണ സംഖ്യകൾ കൂട്ടുന്നത് പോലെ അല്ല ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുക. ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടേണ്ടി വരുമ്പോൾ ഇത് ഛേദമാണ്, ഇത് അംശമാണ്. ഛേദം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഛേദവും ഛേദവും തമ്മിൽ ഗുണിക്കണം. 10 × 2. നല്ലോണം നിങ്ങൾ മനസ്സിലാക്കണം. 6/10 1/2 കൂട്ടുമ്പോൾ ഉത്തരമായി വരുന്ന സംഖ്യയുടെ ഛേദം കണ്ടുപിടിക്കാൻ ഛേദങ്ങൾ തമ്മിൽ കൂട്ടുകയല്ല വേണ്ടത്, ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കണം. ഇനി അംശം കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് 6നെ 2 കൊണ്ട് ഗുണിക്കണം. 6 2 12 പ്ലസ് 1നെ 10 കൊണ്ട് ഗുണിക്കണം. 1 10 10. 12ഉം 10ഉം 22. 22/20. ഇപ്പോൾ 6/10 1/2 കൂട്ടിയാൽ 6/10 കൂട്ടണം 1/2. ഉത്തരം എത്രയാണ്? 22/10. ഇപ്പൊ ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുന്നത് സാധാരണ സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നത് പോലെ അല്ല. വേറെ നോക്കാം. 1/3 4/5 കൂട്ടണം. കൂട്ടിയ ഉത്തരം കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഛേദത്തിന്റെ ഉത്തരം കിട്ടാൻ 3ഉം 5ഉം തമ്മിൽ ഗുണിക്കണം. ഉത്തരത്തിന്റെ ഛേദം ഡിനോമിനേറ്റർ 15 ആണ്. ഇനി അംശം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 1നെ 5 കൊണ്ട് ഗുണിച്ചാൽ 1 5 5. 4നെ 3 കൊണ്ട് ഗുണിച്ചാൽ 4 3 12. 15ഉം 12ഉം കൂട്ടിയാൽ 27. 27/15 ഉത്തരം. 1/3 കൂട്ടണം 4/5 സമം 27/15. ആരും 1ഉം 4ഉം കൂട്ടാനോ 3ഉം 5ഉം കൂട്ടാനോ പാടില്ല. ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ഏഴ് 7/5 കൂട്ടണം 3/4. നിങ്ങൾ സ്വന്തം ഒന്ന് മനസ്സിൽ വിചാരിച്ച് നോക്കിയേ. 5 ഗുണിക്കണം 3 15. ഉത്തരത്തിന്റെ ഛേദം 15. ഇനി എന്താ ചെയ്യേണ്ടത്? 7 7 3 3 7 21. 4 5 20. 20ഉം 21ഉം കൂട്ടിയാൽ 41. 41/15. ഇപ്പോൾ ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ 41/15. അപ്പോൾ ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടാൻ മനസ്സിലായില്ലേ? 5 ചോദ്യം ഇപ്പോൾ ഞാൻ തരാം, 5ഉം ഇപ്പോൾ തന്നെ ചെയ്യണം.
5 ചോദ്യങ്ങളുണ്ട് കൂട്ടാൻ. ഈ 5ഉം ഓരോന്നോരോന്ന് എഴുതി ചെയ്യണം. ഭിന്നസംഖ്യകൾ തമ്മിലുള്ള കൂട്ടലാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഭിന്നസംഖ്യയുള്ള കുറയ്ക്കൽ നോക്കാം. മൂന്ന് ബൈ 4 കുറയ്ക്കണം 1/2. ഭിന്നസംഖ്യകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ 3/4 കുറയ്ക്കണം 1/2. ഭിന്നസംഖ്യകൾ തമ്മിൽ കുറയ്ക്കുമ്പോഴും കൂട്ടുമ്പോഴും ഛേദം കണ്ടുപിടിക്കാൻ ഗുണിക്കണം. 4 ഗുണിക്കണം 2 8 ഛേദം. ഇനി അംശം കണ്ടുപിടിക്കാൻ 3നെ 2 കൊണ്ട് ഗുണിക്കുക. 3 2 6. നേരത്തെ നമ്മൾ കൂട്ടണം എന്നാണ് എഴുതിയത്, ഇവിടെ കുറയ്ക്കണം എന്ന് എഴുതണം. 1 4 4. 6ൽ നിന്ന് 4 കുറച്ചാൽ 2. 2/8. വേറെ ഒരെണ്ണം കാണിച്ചു തരാം. അഞ്ച് ബൈ 10 കുറയ്ക്കണം 3/15. 5/10 കുറയ്ക്കണം 3/15. 10 ഗുണിക്കണം 15 150. 5 ഗുണിക്കണം 15 5 15 ഗുണിച്ച് നോക്കിയാൽ 75 എന്ന് കിട്ടും. കുറയ്ക്കണം 3 10 30. 75ൽ നിന്ന് 30 കുറച്ചാൽ 45. 45/150. അപ്പോൾ 5/10 നിന്ന് 3/15 കുറച്ചാൽ ഉത്തരം 45/50. നമ്മൾ കൂട്ടാൻ പഠിച്ചവർക്ക് കുറയ്ക്കാനൊരു ബുദ്ധിമുട്ടുമില്ല. ഛേദം കണ്ടുപിടിക്കാൻ ഗുണിക്കണം. ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ഛേദത്തിന്റെ ഉത്തരം കിട്ടാൻ ഗുണിക്കണം. അംശത്തിന്റെ ഉത്തരം കിട്ടാൻ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും വന്ന വ്യത്യാസം മനസ്സിലായില്ലേ? ഒരു ചോദ്യം കൂടെ കാണിച്ചു തരാം. പിന്നെ 5 ചോദ്യം ഞാൻ തരാം. ഇപ്പോൾ തന്നെ ചെയ്യണം. നാല് ബൈ 5 കുറയ്ക്കണം 3/6. 4/5 കുറയ്ക്കണം 3/6. നിങ്ങളൊന്ന് സ്വന്തം മനസ്സിൽ ആലോചിച്ച് നോക്കിയേ, എങ്ങനെയാണ് നമുക്ക് ഉത്തരം കിട്ടുക? 5 ഗുണിക്കണം 6 30. 6 ഗുണിക്കണം 4 24. കുറയ്ക്കണം 3 ഗുണിക്കണം 5 15. 24ൽ നിന്ന് 15 കുറച്ചാൽ 9. 9/30. 4/5 കുറയ്ക്കണം 3/6 സമം 9/30. 5 ചോദ്യം തരാം. ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യണം. നാല് ബൈ 5 കുറയ്ക്കണം 3/10. 1/2 കുറയ്ക്കണം 1/4. 3/5 കുറയ്ക്കണം 1/2. 7/8 കുറയ്ക്കണം 4/5. 7/2 കുറയ്ക്കണം 3/5. 5 ചോദ്യങ്ങളുണ്ട്. ഓരോ ചോദ്യവും എഴുതി ചെയ്തതിന് ശേഷം അടുത്ത ചോദ്യം എഴുതണം. ആദ്യം വരാൻ തുടങ്ങിയ കുട്ടികൾക്ക് ഒരു പ്രാവശ്യം ഞാൻ പഠിപ്പിച്ച് തന്നതാണ്. രണ്ടാമത് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ അല്പം ബുദ്ധിമുട്ടുണ്ടാവൂ. നേരത്തെ പഠിച്ച കുട്ടികൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, നമുക്ക് ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുന്നത് എങ്ങനെയാണെന്നും പഠിച്ചു. ഭിന്നസംഖ്യകൾ തമ്മിൽ കുറയ്ക്കുന്നത് എങ്ങനെയാണെന്നും പഠിച്ചു. ഇനി ഭിന്നസംഖ്യയുടെ ഗുണനത്തിലേക്ക് പോകാം. രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഗുണിക്കേണ്ടി വരുമ്പോൾ 3/4 ഗുണിക്കണം 1/5. ഭിന്നസംഖ്യകൾ തമ്മിലുള്ള ഗുണനം വളരെ എളുപ്പമാണ്. 3/4 ഗുണനം 1/5.
ഛേദം 5ഉം 4ഉം തമ്മിൽ ഗുണിക്കണം. അപ്പോൾ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഛേദങ്ങൾ തമ്മിലുള്ള ക്രിയയ്ക്ക് മാറ്റമില്ല. ഗുണിക്കുമ്പോൾ 3ഉം 1ഉം ഗുണിച്ചാൽ മതി. അപ്പോൾ ഗുണനമാണ് ഭിന്നസംഖ്യകൾ തമ്മിലുള്ള ക്രിയയിൽ ഏറ്റവും എളുപ്പം. അംശവും ഗുണിച്ച് മുകളിൽ എഴുതുക, ഛേദവും ഗുണിച്ച് താഴെ എഴുതുക. ക്രോസ് ആയിട്ട് ഗുണിക്കേണ്ടതില്ല. കൂട്ടുമ്പോൾ നമ്മൾ ക്രോസായി ചെയ്യുന്നുണ്ട്, കുറയ്ക്കുമ്പോൾ നമ്മൾ ക്രോസായി ചെയ്യുന്നുണ്ട്. എന്നാൽ ഗുണിക്കുമ്പോൾ ക്രോസ് ചെയ്യേണ്ടതില്ല. അംശവും തമ്മിൽ ഗുണിച്ച് അംശമാക്കുക, ഛേദവും തമ്മിൽ ഗുണിച്ച് ഛേദമാക്കുക. അപ്പോൾ 3/4 ഗുണനം 1/5 സമം 3/10. 3/4 into 1/5 is equal to 3/20. എട്ട് ബൈ 10 ഗുണിക്കണം 4/3. ഉത്തരം എന്തായിരിക്കും? 3 10 30. 4 8 32. 32/30. അംശവും ഗുണിച്ച് മുകളിൽ എഴുതണം, ഛേദവും ഗുണിച്ച് താഴെ എഴുതണം. അപ്പോൾ ഗുണനം വളരെ എളുപ്പമാണ്. ഭിന്നസംഖ്യകൾ തമ്മിലുള്ള ഗുണനം. ഒരു 5 ചോദ്യം തരാം, ചെയ്യണം. ഗുണിക്കേണ്ട 5 ചോദ്യങ്ങളുണ്ട്. 6/5 ഗുണനം 7/8, 3/4 ഗുണനം 6/10, 8/2 ഗുണനം 3/4, 15/10 ഗുണനം 4/7, 3/8 ഗുണനം 4/5. ഓരോ ചോദ്യങ്ങളും എഴുതി ചെയ്തതിന് ശേഷം അടുത്ത ചോദ്യം എഴുതണം. ഇനി നമ്മൾ ഭിന്നസംഖ്യകൾ തമ്മിലുള്ള കൂട്ടല്, കുറയ്ക്കല്, ഗുണിക്കല്, ഹരിക്കല് പഠിച്ചു. ആ കൂട്ടല്, കുറയ്ക്കല്, ഗുണിക്കല് ഹരണം നാളെ പഠിക്കാം. നാളെ ക്ലാസ് ഉണ്ടാവുകയില്ല. നാളെ ഓൺലൈൻ ക്ലാസ്സേ ഉണ്ടാവുകയുള്ളൂ. സ്കൂളിൽ വർക്കിംഗ് ഡേ ആണ്. നാളെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആരും ഫോം കൊണ്ടുവരേണ്ടതില്ല. ശനിയാഴ്ച, ഞായറാഴ്ച വരുമ്പോൾ ഫോം കൊണ്ടുവന്നാൽ മതി. ആധാർ കാർഡ് തരാത്തവർ ഞായറാഴ്ച വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി, ശനിയാഴ്ച കൊണ്ടുവരേണ്ടതില്ല. ഓക്കെ, താങ്ക് യു.